ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രി വൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്ന് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്, രജിസ്ട്രേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കടക്കാം. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് BA, BCom, BBA, BSW മുതലായ കോഴ്സുകൾക്കാണെങ്കിൽ ഇനി ഒട്ടും വൈകിക്കേണ്ട, ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ എത്രയും വേഗം ഉറപ്പാക്കുക. അപ്പം നമ്മൾ പറഞ്ഞു രജിസ്ട്രേഷൻ എന്തിനാണ് ചെയ്യണത്. നമ്മൾ ഒരു തവണ രജിസ്ട്രേഷൻ ചെയ്ത സ്റ്റുഡൻസ് ആയിരിക്കും. എന്നിരുന്നാലും രജിസ്ട്രേഷൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അത് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്. കാരണം ഈ മന്ത് ലാസ്റ്റ്, അതായത് ജൂൺ ലാസ്റ്റ് വരെയാണ് നമുക്ക് രജിസ്ട്രേഷൻ്റെ ഒരു ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസ്, ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ അവരാണ് വീണ്ടും ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അത് ഫസ്റ്റ് ഇയർ മാത്രമല്ല, നിങ്ങൾ സെക്കൻഡ് ഇയറിലോട്ട് പോകണം, സെക്കൻഡ് ഇയറിൽ നിന്ന് തേർഡ് ഇയറിലോട്ട് പോകണം, അല്ലെങ്കിൽ ഓരോ സെമസ്റ്ററിൽ നിന്നും നെക്സ്റ്റ് സെമസ്റ്ററിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് യൂണിവേഴ്സിറ്റി റൂൾ അനുസരിച്ച് ചെയ്യേണ്ട ഒന്നാണ് ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ പ്രോപ്പറായിട്ട് യൂണിവേഴ്സിറ്റി പറയുന്ന സമയത്ത് നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരു ഇയർ കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് ഇയറിലോട്ട് എലിജിബിൾ അല്ല. അതായത് നെക്സ്റ്റ് ഇയറിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ ചെയ്യണം. അല്ലാത്ത പക്ഷം നിങ്ങൾ നെക്സ്റ്റ് ഇയർ രജിസ്റ്റർ ചെയ്യാത്ത സ്റ്റുഡൻ്റ് ആണ്, ഫസ്റ്റ് ഇയർ മാത്രം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിഗ്രി കംപ്ലീറ്റ് ആവില്ല എന്ന് എല്ലാവർക്കും അറിയാം. കറക്റ്റായിട്ട് സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും രജിസ്ട്രേഷൻ ചെയ്തെങ്കിൽ മാത്രമാണ് ഓരോ ഇയറിലും നമുക്ക് ഇഗ്നോ യൂണിവേഴ്സിറ്റീൻ്റെ ക്രൈറ്റീരിയയും ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ റൂൾ അനുസരിച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇഗ്നോ യൂണിവേഴ്സിറ്റി മാത്രമല്ല, എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഓരോ ഇയർ നമ്മൾ ഇയർലി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും പല യൂണിവേഴ്സിറ്റിയിലും. അത് ഈ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ രജിസ്ട്രേഷൻ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമാണ് നെക്സ്റ്റ് ഇയറിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഞാൻ ഫസ്റ്റ് ഇയർ എക്സാം എഴുതിയിട്ടില്ല, പിന്നെ എനിക്ക് സെക്കൻഡ് ഇയർ രജിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നമുക്കറിയാം 6 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ഫസ്റ്റ് ഇയർ എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ വഴി സെക്കൻഡ് ഇയറിലോട്ട് പോവാം. നമുക്ക് 2 ഇൻടേക്കിൽ ഏത് ഇൻടേക്കിൽ വേണമെങ്കിലും എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പം അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്ന ഇൻടേക്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതിയെടുക്കാവുന്നതാണ്. അപ്പോൾ ആരും എക്സാം എഴുതിയിട്ടില്ല എന്നതിൻ്റെ പേരിൽ നെക്സ്റ്റ് ഇയറിലോട്ട് പോകാതിരിക്കരുത്. യൂണിവേഴ്സിറ്റി പറയുന്നതിനനുസരിച്ച് കറക്റ്റ് ടൈമിൽ രജിസ്ട്രേഷൻ ചെയ്ത് കറക്റ്റ് ടൈം പീരീഡിൽ തന്നെ നിങ്ങളുടെ ഡിഗ്രി കരസ്ഥമാക്കാൻ നിങ്ങൾ നോക്കാം. ചുമ്മാ ലേഖടിച്ച് 3 വർഷത്തെ ഡിഗ്രി 6 വർഷത്തോട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ എന്തായാലും പഠിക്കാൻ തീരുമാനിച്ചു, അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിച്ച് കറക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെതായ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാണ് നല്ലത്. എല്ലാവരെയും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 13, അതായത് ഈ മന്ത് ലാസ്റ്റ് വരെയാണ്. പിന്നെയും ചെയ്യാത്ത സ്റ്റുഡൻസ് എത്രയും വേഗം കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഒട്ടും വൈകിക്കരുത്. കാരണം ലാസ്റ്റ് സമയമൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ, സൈറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾ ആ ബുദ്ധിമുട്ടില്ലാതിരിക്കാനാണ്. നമ്മളുടെ സ്റ്റുഡൻസ് ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളുടെ ഈ സർവീസ് കംപ്ലീറ്റ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രജിസ്ട്രേഷനെ പറ്റി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.